ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ പരിപാടി ഒരു സിനിമയ്ക്ക് പോവാണ് നമ്മള്. കിഷ്കിന്ദ കാണ്ഡം ആസിഫലിയുടെ. അപ്പം അടുത്താണ് തീരുമാനവും നമ്മളങ്ങ് ഇറങ്ങിയതാണ്. നമ്മൾ 4 പേര് ഇപ്പോൾ ഉണ്ട്, 2 പേര് പിറകെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പടം 2:30 പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോ 2:35 ലേറ്റ് ആയി. ഒരുത്ത ഓടി വരുന്നു, ഇനി ഒരുത്തുണ്ട്. രണ്ടാമാര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഗംഗയിൽ അച്ഛന് പടം പോ പെട്ടെന്ന്. അവന്മാരെവിടെയാടാ? അവന്മാരെവിടെ? കിഴങ്ങ് കുടിച്ചത് നീ എവിടെ പോയി കിടന്ന്? പടം കണ്ടിട്ട് രാവിലെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കൊള്ളായിരുന്നു. അവസാനത്തെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഇഷ്ടപ്പെട്ടു. വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. ഇനി ചായ കുടിച്ചിട്ട് വീട്ടിൽ പോവാം. അപ്പൊ നമ്മളെ ചായക്കടയിൽ എത്തിയിട്ടുണ്ടോ? അതാണ് ചായക്കട. യദു, അരുൺ, അബിൻ, രാഹുൽ, ശംഭു, ചുക്ലി ശംഭു. ആളിയെ ഭയങ്കര എസ്തെറ്റിക് എന്നാണ്. പക്ഷെ മറ്റേ കണ്ണാടി മോഷണം, റോക്കറ്റ് മറ്റേ 6 ചായ കുടിക്കാം. ആര് നീ എവിടെ കിടക്കണ്ടാ? അത് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ വരുന്ന ഉറങ്ങി. അല്ലല്ല, സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്തെ ഒരു ആക്സിഡന്റ് ആണ്. ഓടിക്കാൻ വരുന്ന ഉറങ്ങി, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏതോ ഇമ്പോർട്ടന്റ് കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ആ വണ്ടി ഇപ്പുറത്തെ ഒരു എന്തൊരു വായി കൊണ്ട് കയറി ചായ പറഞ്ഞു. 6 ചായ. ഇപ്പൊ എത്ര ചായ ആയി? ഒന്ന് നിനക്ക് വേണ്ടായിരുന്നു ചായ. 6 കടി 5 ചായ. 125. ശമുന് മക്കളാ. അബിന്റെ കോഫി ടേസ്റ്റ് ചെയ്യുന്ന ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മക്കളെ കണ്ട സന്തോഷം ഒരു അച്ഛനും നോക്കി. 2 മക്കള്. ഇപ്പം ഇനിയിപ്പോ നേരെ വീട്ടിൽ പോവല്ലേ? എന്തിനാണ് വേറെ പരിപാടി? ഫണ്ട് ഉണ്ടോ? പൈസ ഉണ്ടോ? പ്രശ്നമില്ല. ട്രിവാൻഡ്രത്ത് പരിപാടി കഴിഞ്ഞ മാളിലും പോയി, മാനവീയത്തും പോയി, മന്തി കഴിച്ചിട്ട് വന്നാലോ? എണ്ണ അടിക്കാനുള്ള പൈസ എടുക്കും. എണ്ണ അടിക്കാനൊക്കെ പൈസ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോവാൻ ഉണ്ടാ. എന്റെ പൈസ 5ന്റെ പൈസ ഇല്ല. ദൈവം തരുവാടാ. നമ്മള് പോണം വിചാരിച്ചാ പോവും. അമ്മേനെ ദൈവം. ഓക്കെ, എല്ലാരും മറിച്ചിട്ട് പോവാം. ഓണോ വേണ്ടെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. 150 രൂപയ്ക്ക് ഇവിടുന്ന് ഒരു വണ്ടിക്ക് പോലും പെട്രോൾ കഴിയൂല. ഗൂഗിൾ പേ എത്ര ഉണ്ട്? എന്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതാണ്. 27 രൂപ ഗൈസ്. ഐ ആം റിച്ച്, ബ്ലഡി റിച്ച്. നമുക്ക് മറിക്കാം. പോവാം. അപ്പൊ നമ്മള് മാളിൽ എത്തിയിട്ടുണ്ട്. ഓരോരുത്തന്മാരുടെ ഹെൽമെറ്റ് ഹാക്കാണോ? നമ്മളെ അമല് ചെയ്തും പറ്റിച്ച് ഗൈസ്. നമ്മള് വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞു, മാളിന്റെ വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞു. നമ്മളവിടെ വെളിയിൽ കാത്ത് കെട്ടി കിടന്നു. മാളില് പാർക്കിങ്ങിന് പൈസ കൊടുക്കുന്നുള്ളത് നമ്മള് വെളിയിൽ കെട്ടി കിടന്നു. അപ്പൊ നമ്മളെ പറ്റിച്ച് ഇവൻ പറഞ്ഞു നമ്മള് പാർക്കിങ്ങിന്റെ അവിടെ ആയിട്ട് നിൽക്കുക. നമ്മള് പാർക്കിംഗ് കയറട്ടാന്ന് ചോദിച്ചു. ഫണ്ട് കാണിക്കട്ടെ. 1 മെഗാ, 2 മെഗാ, 3 മെഗാ ഫാമിലി. ലിഫ്റ്റ് കുത്തി അറിഞ്ഞൂടാ. ലിഫ്റ്റ് കുത്തി രാവിലെ എന്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. നല്ല കിടിലൻ തിരക്ക്. കാണുമ്പോഴത്തേക്ക് അറിയത്തില്ല. നീ ആരെ ഫോൺ വിളിക്കണ? പൈസക്കാണ്? അമ്മേനെ അല്ലേ? പൈസക്കാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട്
പൈസക്ക് എല്ലാരെയും വിളിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ഇനി പൈസക്ക് എല്ലാരെയും പെട്രോൾ അടിക്കണം, ഫുഡ് കഴിക്കണം. ഇന്ന് കാണാൻ കഴിച്ച ചിലവരുടെയൊക്കെ പിണപ്പുകൾ. ആ പിടപ്പ് നമ്പർ 1 ഞാൻ കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാമേ. പിടപ്പ് നമ്പർ 1 ഫോൺ തോന്നുന്നത് പിടപ്പ് നമ്പർ 2. ഇതാണ് മെയിൻ പിടപ്പുകൾ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഏതും പിടപ്പാവാറുണ്ട്. എനിക്കാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പിടപ്പ് കുറവായിട്ട്. അമലിന്റെ സഹിതം പിടപ്പാണ്. അമലിന് പിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നുള്ള. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും. പിടപ്പെന്ന് പറയുന്നത് രാവിലെ മസാജ് ഉണ്ട്, മസാജ് ചെയ്യണ. മസാജ് നീയല്ലേ ഇന്നാളെ പറഞ്ഞ ലുലുമാളിന്റെ മസാജ് ചെയ്യണമെന്ന്. അപ്പൊ നിന്റെ ആഗ്രഹം തീർക്കും. എനിക്ക് ആഗ്രഹം പൈസ തരുമോ? മസാജ് ചെയ്യണല്ലോ, സ്വയമായിട്ട് മെഷീൻ മസാജ്. മസാജ് ആണ്. മസാജ് വേണോ? വാ വാ, ഞാൻ കൊണ്ടുപോകാം നിന്നെ മസാജിന്. വേണോ? ആ മസാജ് വേണോ? ഫ്രീ അല്ലല്ലോ, ഫ്രീ ആണ്. ഒരുത്തൻ ചെന്ന് നിൽക്കുന്ന നോക്കിയാണ് നാണമില്ല. എന്തോ ബാക്കിയുള്ള ഒരു മസാജ് ചെയ്യണ കണ്ടോണ്ടിരിക്കുന്നത്. അൾട്രാ കോഴി ഈ ശിവനെന്ന് വെച്ചാലേ മറ്റേ ഗ്രാമത്തിൽ കിടന്നിട്ട് സിറ്റി കാണാൻ വരൂലേ, ആ ഒരു വൈബാണ് രാഹുൽ. ഇല്ലേ? ഈ ലുലുമാള വന്നിട്ട് ആദ്യം ഇവിടെ വരണ ഞാനാണ്. ഡാൻസ് ഉണ്ടല്ലോ അവര്. എന്തോ ഉറച്ചു പറ. അവിടെ പോയി രാഹുലിനെ കാണില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ മാറി അടിയുണ്ട് രാഹുൽ. നമുക്ക് അരുണിനെ കാണാനില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാലോ. ഏവർക്കും നമസ്കാരം. നമസ്കാരം. ലുലു ഓണ ഹാപ്പിനെസിന്റെ ഭാഗമായി 10ാം ദിവസമായ ഇന്ന് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കൈശോരി നാട്യകലാ തരംഗ് അവതരിപ്പിക്കുന്ന പില്ലർ തിരുവാതിരയാണ് എന്റെ ഒരു സീക്രട്ട് ഐറ്റം ഉണ്ട് ഗൈസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഉമാ സന്ദീപ് ആണ്. പ്രശസ്ത വ്ളോഗർ സന്ദീപ് പോത്താനയുടെ ഭാര്യയാണ്. പ്രശസ്ത വ്ളോഗർ. കുറച്ച് രാസലീലകളാണ് ഞങ്ങൾ ഈ നൃത്തത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കറയും കളിക്കണല്ല, അത് സംഭവം എന്ന് വെച്ചാൽ എളിയാ. ഇല്ല അത് കണ്ടോ? ഇപ്പൊ അറിയാം. എന്തോ കടിയുന്നു. ഇത് ഞാൻ നിങ്ങൾ പാവോള അവരെ റോസ്റ്റ് ചെയ്യലേടാ, അവര് കഷ്ടപ്പെട്ട് ചെയ്യണേണ്. ഇത് LGBT ആണ്. അയ്യേ അങ്ങനെ തൃശ്ശൂരുള്ള ഇരിഞ്ഞാലക്കുട അതാ അനൗൺസ് ചെയ്ത്. ശരി, പുറത്തേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊളാവാ. കേരളനെ കുറിച്ചുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെന്നറിയാം. കുറെ വള്ളംകളി ടീമാണ്, അങ്ങനത്തെ ടീമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ് ഇൻ കേരള. കുംഭർണനല്ല, അത് മാവേലി. ഇത് ഊഞ്ഞാലിരിക്കുന്ന പെണ്ണിന്റെ ബാക്കിൽ കണ്ട ചെറുകിലുണ്ടോ? ചെറുക്കന് വേണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലേ. ചെറുക്കൻ നിക്കണ നിപ്പ് നോക്കിയാണ്. ഇത് ഞാൻ സീക്രട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാനാണ് കണ്ടുപിടിച്ചത്. അരുണാണ് കണ്ടുപിടിച്ച. ആ ഊഞ്ഞാലുണ്ടാ, ആ ഊഞ്ഞാലിന്റെ പിറകെ ആ ഊഞ്ഞാലിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ടാ. പിറകെ ഇരിക്കുന്ന ചെറുക്കൻ കണ്ടിട്ട് എന്തേലും ഒരു കുഴപ്പമുണ്ടോ? ചെറുക്കൻ റോങ്ങാ. ചെറുക്കൻ ഗെയിമർ. ഹായ് പറ. ഹായ്. മാമനെ കണ്ട് പേടിച്ചു വെച്ചു. അവ അന്തം വിട്ടോ തോന്നുന്നു. മോനെ നീ നാളെ യൂട്യൂബിൽ വരും. ശരിയെന്നാ. ഇങ്ങനൊക്കെ ഒരു ചലഞ്ച് തരാം. ചേച്ചിമാരെ ഓൾ ദ ബെസ്റ്റ് എന്നൊത്തി വിളിച്ചു പറഞ്ഞ പറയുന്നതിന് ഒരു ഫുൾ മന്തി. കുറച്ചു പറയണം. പക്ഷെ നമ്മളെ പൈസ നമ്മൾ ഇടൂല. ഒരാൾ ഒറ്റ സ്പോൺസർ അമല് മേടിച്ചു തരും. നീ ഇന്ന് ഒരു തുടങ്ങി കോപ്പിറൈറ്റ് കിട്ടും. ശരിയെന്നാ. ഞാൻ ഇതിനൊക്കെ ഒരു ചലഞ്ച് തരാം. ലോങ്ങിനെസ് ഒന്നാണോ ലോഞ്ചിനെസ് ഒന്നാണോ അറിയാൻ വയ്യ. അവിടെ കയറിയിട്ട് ചേട്ടാ 50 രൂപയ്ക്ക് വാച്ച് ഉണ്ടാന്ന് നോക്കണം. ചെറുതാ ലക്ഷങ്ങളെ സാധനമാണുള്ളത്. നാണം കെടുത്തല്ലേ. ഈ സംഭവം ചോദിക്കാം, പക്ഷെ എനിക്ക് അകത്ത് കയറാൻ താല്പര്യമില്ല. സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചത്.
നീ ചോദിച്ചെന്താണെന്നറിയാമോ? സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 രൂപയുടെ വാച്ച് വെച്ചാൽ അവരെന്റെ ആരെ വിളിക്കും നിങ്ങൾക്ക് ഊഹിക്കാം ഗൈസ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയെന്നല്ലേ നീ ചോദിച്ചാ? ഞാനേ ഒരു ഇത് പറഞ്ഞു അവരിട്ടേക്കുന്ന ഷൂസിന്റെ റേറ്റ് എത്ര എന്ന് പറയാൻ പറ്റുമോ? 500 രൂപ. 500 രൂപ. അത് ഏത് ഷൂസാന്നറിയോ? ന്യൂ ബാലൻസ്. അത് കോപ്പി ഓ 7500 ബാക്ക് കാണിച്ചാൽ നോക്കട്ടെ. 4000 രൂപ. അടുത്ത രാവിലെ ക്യാസിയോയിൽ കയറുവാണ് ഗൈസ്. വാടാ അമ്മക്ക് വാടാ 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 വാടാ. ഓ നീ വാച്ചാ ശരിയാടാ. വാടാ അമ്മക്ക് വാടാ. എന്താളിയാ ഓടുന്ന? 1 ലക്ഷത്തിന്റെ കസിയോ വാച്ചാണ് ചോദിച്ചത്. കസിയോ അല്ല കാസിയോ. ഇവിടെ ഡ്രസ് നോക്കിയാൽ നമുക്ക് തിരിച്ചു പോകാൻ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ? പെട്രോൾ അടിക്കുകയില്ല ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചില്ല എന്റെ ബാലൻസ് 60 എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയാമേ. ഓ ഇത് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ എന്റെ ആയുധം യദുവിലേക്ക് കൈമാറി. കൊറേ നടന്നതേയല്ല. അപ്പൊ നമ്മൾ പാടത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഫുഡ് കഴിക്കാനാണ് പോണ. മന്തിയാണ്. അത് അവിടെ ചെന്നിട്ട് അറിയാം. മന്തിയുള്ളു, വേറെ ഒന്നും. എല്ലാരും ഉണ്ട്. ഇതൊക്കെ വൻ ബിസി. ഫോണിൽ വൻ ബിസിയാണ് ഇത്. രാഹുൽ മന്തി അബിൻ ഹിയർ. ഫുഡ് കഴിക്കാൻ പോകും. എവിടെയാടാ രാഹുൽ? രാഹുൽ അവിടെ ഉണ്ട്. രാഹുൽ മാസ്റ്റർ ശില്പോ അണ്ണൻ തന്നെ അല്ലേ അണ്ണൻ. എല്ലാരും രാഹുലിനെ തന്നെ നോക്കേണ്ടതാണ്, വേറെ ആരെയും നോക്കരുത്. അപ്പൊ നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടോ ഒരു കണ്ടിന്യൂഷൻ ഫീൽ ഇല്ല. എന്ന കാര്യം നമുക്ക് അവിടെ ഒരു ട്രാജഡി സംഭവിച്ചു. വേറെ ഒന്നുമല്ല, നമ്മള് അരുണിന്റെ എക്സ്പൾസിന്റെ ത്രോട്ടിൽ പൊട്ടിപ്പോയി. അപ്പം മൊത്തത്തിൽ വഴിയിലായി. പിന്നെ അവന്റെ സങ്കടമായി. പിന്നെ അവിടെ ഫുഡ് കഴിക്കണേ ലാഗായി. മൊത്തത്തിൽ അലമ്പായി. വിചാരിച്ച കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അണ്ണന്റെ പ്ലാനിങ് മൊത്തത്തിൽ അങ്ങ് പോയി. ഓണം പോയി. നിന്റെ പ്ലാൻ എന്തായിരുന്നു അതിന് ശേഷം? എന്റെ പ്ലാൻ അതിനുശേഷം കനകക്കുന്ന് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ മാനവീയം വീതി അവിടെ ഇതുവരെ പോകാൻ പറ്റില്ല. ആരും പോയിട്ടില്ല. തിരുവനന്തപുരത്ത് ജനിച്ചവരാണ് നമ്മള്. ഷോർട്സിലൊക്കെ കണ്ടിട്ടേ ഉള്ള അവിടുത്തതൊക്കെ. കനകക്കുന്ന് മാത്രം പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ പോകണം. പിന്നെ ഗൗരി ലക്ഷ്മിയുടെ പരിപാടി ഉണ്ടായിരുന്നു, അത് മിസ്സായി. ആ ദിവസം നമ്മൾ പോയത്. അപ്പം ഒന്നും നടന്നില്ല. പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ എങ്ങനെയാലും ആ വണ്ടി ഇങ്ങ് എത്തിച്ചാ മതി. സ്ഥലത്ത് എത്തിച്ചാ മതി. അടുത്തൊന്നും വർഷാപ്പില്ല. പിന്നെ അതിൽ യൂസ് ചെയ്തേക്കുന്ന ത്രോട്ടിൽ സാധാ ത്രോട്ടിലല്ല. സാറിനൊക്കെ ഭാരമായിരുന്നു ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു കടയിൽ ചെന്നൊരു സ്ക്രൂ ഡ്രൈവർ ഞാൻ പറയാൻ വന്നപ്പോഴേ ചാടി കയറി ഫ്രണ്ട് കയറി. എന്നിട്ട് എന്തൊരു ആ വള്ളി അതിനകത്ത് കയറി കുരുങ്ങി പോയി. പറഞ്ഞു. നീ പറ നമ്മളവിടെ ചെന്നപ്പോ സ്ക്രൂ ഡ്രൈവർ കിട്ടിയില്ല. സ്ക്രൂ ഡ്രൈവർ അവിടെ ചെന്നിട്ട് ചോദിച്ച് അണ്ണാത്തി വണ്ടി വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ടാണ്. കാറെടുത്ത് മാറ്റി ബൈക്ക് വണ്ടി വിടാൻ പറ്റൂല. അങ്ങേര് മൂച്ച് താളം. ഓരിന്റെ പോനെ ഒരു രക്ഷയില്ല. എന്ന് അവസാനം ആ സ്ക്രൂ ഡ്രൈവർ ചോദിച്ചപ്പോഴത്തേക്ക് കാരണവർ പറയും ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഒന്നുമില്ല, പെട്ടിയും പൂട്ടി മറ്റേ ലോക്കും അടച്ചെന്ന് പറഞ്ഞു. പിന്നെ അവസാനം നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് പോകണമെന്ന് പറയാം. പിന്നെ ആ തമ്പി പോയിട്ട് കമ്പി എടുത്തോണ്ട് വന്നു. പിന്നെ അവസാനം തിരികെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വന്നു. തിരികെ തുറന്ന് അവസാനം അതും പണിഞ്ഞ് അവസാനം മറ്റേ ആ കുരുവിയിൽ മറ്റേ വിജയ് വണ്ടി ഓടിക്കണ ആക്സിലേറ്റർ വള്ളിയും കടിച്ചു പിടിച്ചാണ് നമ്മൾ ഇതുവരെ വന്നത്. കൈ പിടിച്ചാൽ അത് വലിച്ചു പിടിച്ചാണ് വന്നത്. നമ്മള് മനഃപൂർവ്വം വീഡിയോ ഇടായിരുന്നതും അല്ല, മടിച്ചതും അല്ല. മെയിനായിട്ട് ഇപ്പൊ കാണുന്നവര് ചോദിക്കും നമ്മൾ തുടക്കം കൊണ്ടുള്ള ആവശ്യം കൊണ്ട് ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു 7-8 ദിവസം നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇട്ട് ഷോർട്സ് ഇടുന്നുണ്ട്. അത് മെയിൻ കാര്യം ടൈം ഇല്ലാത്തത്. പിന്നെ ടൈം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പം ഞാനും ഇവനും ഉണ്ടെങ്കിൽ ഇവനും കാണൂല, അല്ലെങ്കിൽ ചിലപ്പോൾ അരുൺ കാണൂല. അപ്പൊ നമുക്ക് ഒരാള് മാറിപ്പോയി അവിടെ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് വേണോന്ന് വെച്ചാൽ എടുക്കാം, പക്ഷെ നമുക്ക് അതിന് മനസ്സൊരുമില്ല. എല്ലാരും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എല്ലാവരുടെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോഴത്തേക്ക് ഒരാൾക്ക് മാത്രം അല്ലെ ഒരാളെ ലൈഫും ഫോക്കസ് ചെയ്ത് തുടങ്ങിയ ഒരു പരിപാടിയല്ല. സിറ്റുവേഷൻ കൊണ്ടാണ് നമുക്കത് കണ്ടിന്യൂസ് ഇടാൻ മതി. ഇനിയെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ഇട്ട് ഇപ്പൊ ഇവൻ 26-ാം തീയതി പോകാൻ നിൽക്കുകയാണ്. അപ്പം കോളേജ് തുറക്കും, അങ്ങനെ കുറച്ച് പരിപാടികൾ. നമുക്ക് വീണ്ടും നാളെ തൊട്ട് കോളേജ് തുടങ്ങും. എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു സിറ്റുവേഷൻ മൂലം ആണ് ലാഗ് ആയത്. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് ലാഗ് ആക്കിയതല്ല, നമുക്ക് ഇങ്ങനെ പറയണോന്ന് തോന്നിയ കാര്യം നമ്മുടെ ഓഡിയൻസ് അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല. അപ്പൊ നമ്മളുടെ അവസ്ഥ നിങ്ങൾ അറിയിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങളൊന്നും ക്ലിയർ ആക്കി പറഞ്ഞതേ ഉള്ളൂ. മിക്കുള്ളവരും വിചാരിച്ചു തുടക്കത്തിലുള്ള ഒരു ആവേശം കൊണ്ട് ഇട്ടം കളഞ്ഞു. പിന്നെ അവർക്ക് പല വഴി ആരെങ്കിലും ഒക്കെ അറിയാം
കണ്ടിന്യൂസ് നമുക്ക് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും അതേ കണക്ക് കണ്ടിന്യൂസ് വീഡിയോ ചെയ്താലേ വീണ്ടും ആ സന്തോഷം കിട്ടുള്ളൂ. പിന്നെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മള് കോളേജിൽ നമ്മളെ പിള്ളേര് തന്നെ ട്രോളാനാണെങ്കിലും വന്നിട്ട് വീഡിയോ ഇടുന്നില്ലേ എന്തൊക്കെയായാലും അതൊക്കെ ഒരു വലിയ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ കളിയാക്കുന്നവരും കുറ്റം പറയണ എന്തായാലും വീഡിയോ ഇല്ല കാണുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. കളിയാക്കുന്നായാലും സത്യം നമുക്കൊരു സന്തോഷമാണ്. ഒന്നും ചെയ്യില്ല, പക്ഷെ അവർ വീഡിയോ കാണുന്നുണ്ട്. അതൊന്ന് പറയാം, നമ്മുടെ അടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും ഭയങ്കര സന്തോഷവും. നമ്മളെ ഹേറ്റ് ചെയ്യുന്നവർ ഉൾപ്പെടെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പൊ നമുക്ക് നിർത്താം. ബൈ ബൈ.